പ്രധാന തീർത്ഥാടന പ്രദേശമായിട്ടുള്ള ആറ്റുകാൽ പ്രദേശത്ത്, ആറ്റുകാലിൽ ഈ നഗരസഭ വന്നതിന് ശേഷം വെള്ളം കിട്ടിയിട്ടില്ല, പൊങ്കാലയ്ക്കും കിട്ടിയിട്ടില്ല. അപ്പൊ ഇത്രയും ഭയാനകമായൊരു അവസ്ഥയുണ്ടായിട്ട് ഇപ്പോ നഗരസഭ സ്മാർട്ട് പദ്ധതിയിൽപ്പെടുത്തി വാങ്ങിച്ച കിർലോസ്കർ പോലും പ്രവർത്തിക്കുന്നില്ല. ഇന്ന് പത്രത്തിലെ പ്രധാന വാർത്ത 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെയാണ് അതിന് ചെലവഴിച്ചത്. പക്ഷെ അതിനും വെള്ളം കിട്ടുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജനം നെട്ടോട്ടോടുക. പൈപ്പ് പൊട്ടലാണെങ്കിൽ സ്ഥിര ഏർപ്പാടാണ്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് നഗരസഭ മുൻകൈ എടുത്ത് ഒരു യോഗം വിളിക്കുന്നില്ല? ഇപ്പൊ പെരുമാറ്റച്ചട്ടമുണ്ട്, മന്ത്രിയെ വിളിക്കണ്ട, ശരി, സമ്മതിച്ചു. ഉദ്യോഗസ്ഥന്മാരില്ലേ? ജലവകുപ്പിന്റെ സെക്രട്ടറി ഇല്ലേ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഇല്ലേ? ഇവരെ ബന്ധപ്പെട്ട് ഒരു യോഗം വിളിച്ചു ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് മേയർ ശ്രമിക്കുന്നില്ല? അത് മേയർക്ക് ഇപ്പോഴും തിരക്കാണ്. കാരണം എവിടേക്കാണ് ശുചീകരണം ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെന്ന്, എവിടെയാണ് ശുചീകരണം ഉള്ളത് പറഞ്ഞുകൂടാ. ഇതിന് പുറമെ ഇപ്പൊ എപ്പോഴും അധികം നെട്ടയത്താണ്. നെട്ടയത്ത് സംഘർഷത്തിൽ അതിന്റെ പങ്ക് പറ്റാൻ വേണ്ടി പോവാണ്. അവിടെ ചെന്ന് സമാധാനം ഉണ്ടാക്കാനല്ല, കൂടുതൽ സംഘർഷം ഉണ്ടാക്കാൻ നോക്കുക. ചുരുക്കി പറഞ്ഞാൽ അതിന് പുറമെയാണ് ഇപ്പൊ പവർ കട്ടിന്റെ അവസ്ഥ. അപ്പൊ ജനം ആകെ ബുദ്ധിമുട്ടില്ല. അതായത് പുറത്തിറങ്ങിയാൽ ചൂട് സഹിക്കാൻ വയ്യ, അകത്ത് കയറിയാൽ പവർ കട്ട്, അകത്തും പുറത്തും പാമ്പ്. ഇതാണ് ഇപ്പൊ ജനത്തിന്റെ അവസ്ഥ. പൈപ്പ് തുറന്നാൽ പാമ്പിന്റെ ശബ്ദമാണോ അതോ പൈപ്പിൽ നിന്ന് വരുന്ന സൗണ്ടാണോ എന്നറിയാത്ത രീതിയിലുള്ള ശബ്ദം. ഇത് തലസ്ഥാനത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ കുഗ്രാമങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഗ്രാമീണ പ്രദേശം തന്നെ, ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് വെള്ളം കിട്ടാത്തത്. ആറ്റുകാൽ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാലത്തെ 50 വാർഡുള്ള കാലത്തും അത് നഗരസഭയിൽ, ബാക്കിയുള്ള പ്രദേശങ്ങളാണല്ലോ 50 വാർഡിലെല്ലാം കൂട്ടിച്ചേർത്ത്. അതല്ലാത്ത പഴയ പ്രദേശങ്ങൾ തന്നെ അവിടെ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഞാൻ ഈ നഗരത്തിലെ ഒരു താമസക്കാരനാണ്. ഞങ്ങളൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ മേയർ മുൻകൈ എടുക്കണം. അതിന് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. നഗരത്തിൽ എല്ലായിടത്തും വെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭയുടെ മേയർക്കാണ്. മേയർ അടിയന്തരമായി കത്ത് കൊടുത്ത് ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ച് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അടുത്ത ആഴ്ച നേരാകുമ്പോഴേക്കും റിസൾട്ട് വരുമല്ലോ. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതുവരെ കാത്തിരിക്കുന്ന ജനത്തിന് വെള്ളം കുടിക്കണ്ട. റിസൾട്ടിന് ഒരാഴ്ചയുണ്ട്, ശരിയാണ്. എന്ന് വിചാരിച്ച് ജനം വെള്ളം കുളിക്കണ്ടേ? ഇത് കുളിക്കാനുമില്ല വെള്ളം, കുടിക്കാനുമില്ല. അതുകൊണ്ട് മേയർ അടിയന്തരമായി, ഇന്നിപ്പോ കൗൺസിൽ യോഗം ഉണ്ട് 11 മണിക്ക്, അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ 2 ഭാഗത്തേക്കുള്ള ഓട്ടം സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ ദുരിതമാണ്. അതുകൊണ്ട് അത് ഒരിക്കലും അത് വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നഗരസഭയുടെ മുമ്പിൽ ഞങ്ങൾ നഗരസഭയുടെ മുമ്പിൽ പ്രതിഷേധം നടത്തുമ്പോൾ വാട്ടർ അതോറിറ്റിയും പരിശുദ്ധരൊന്നുമല്ല, അവരുടെ കയ്യിലും തെറ്റുണ്ട്. പക്ഷെ നോക്കി നടത്തേണ്ട ചുമതല മേയർക്കുള്ളത് കൊണ്ട് തീർച്ചയായും ഇതിന്റെ മുമ്പിൽ കൗൺസിലർമാരുണ്ട്. കാരണം ഈ കൗൺസിലർമാരൊക്കെ അവരുടെ വാർഡിൽ ചെല്ലാൻ പറ്റുന്നുണ്ടോ? ഒരു ചെല്ലുമ്പോൾ ആൾക്കാർ ജയിക്കുകയാണ്, എവിടെ വെള്ളം എവിടെ കുടിക്കാൻ? ആരോട് പോയി പറയും? മേയർ പറയും, വാട്ടർ അതോറിറ്റിയോട് പോയി പറയും. വാട്ടർ അതോറിറ്റി പറയും, പോയിട്ട് മേയറോട് പറയും. കൗൺസിലർമാർ ജനമായിട്ട് എന്നും ബന്ധപ്പെടുന്നവരാ. MLA ഒരാഴ്ച കണ്ടില്ലെങ്കിലും ജനം ചോദിക്കില്ല, MP മാരെ കണ്ടില്ലെങ്കിൽ തീരെ ചോദിക്കില്ല. ഒരു കൗൺസിലറുടെ സ്ഥിതി അതാണോ? ഒരു കൗൺസിലറെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ആദ്യം ചോദിക്കും, ഇന്നലെ എവിടെയായിരുന്നു? തെക്കോട്ട് വടക്കോട്ട് പോകുമ്പോൾ MLA കണ്ടില്ലെങ്കിൽ MLA കണ്ടു ചോദിക്കും, സാർ എന്നാ തിരുവനന്തപുരത്ത് വന്നേ? MP കണ്ടാ ചോദിക്കും, സാർ എന്നാ ഡൽഹിയിൽ നിന്ന് വന്നേ? കൗൺസിലറെ കണ്ടില്ലെങ്കിൽ ഇന്നലെ എവിടെയായിരുന്നു? അപ്പൊ അത്രയേറെ ബന്ധമാണ്. ഈ പ്രോട്ടോകോളിൽ ഏറ്റവും താഴോട്ട് വരുന്നുള്ള ഉത്തരവാദിത്തം വർദ്ധിക്കും.